വി.ഡി. സതീശൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 25-ന് പ്രഖ്യാപിക്കും എന്ന്. അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ 25-ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്ന വി.ഡി. സതീശൻ്റെ പ്രസ്താവന ഏറ്റെടുക്കാൻ കോൺഗ്രസിലെ ഒരു നേതാക്കളും തയ്യാറായതുമില്ല. 25-ന് ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതുവരെയും കോൺഗ്രസിനകത്ത് പ്രാഥമിക ചർച്ച പോലും നടന്നില്ല. വലിയ അതൃപ്തിയുണ്ട് UDF-ൽ. മുസ്ലിം ലീഗ് ഇതിനകം തന്നെ രംഗത്ത് വന്നു. കോൺഗ്രസ് നേതാക്കളെ കാണാൻ ദില്ലിയിൽ പോകാനാണ് മുസ്ലിം ലീഗ് നേതാക്കൾ തീരുമാനിച്ചത്. P.K. കുഞ്ഞാലിക്കുട്ടി തന്നെ ദില്ലിയിൽ പോയി കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ കണ്ട് ചർച്ച നടത്തും എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പുറത്തു പറഞ്ഞിരുന്നു. കാരണം ഇതുവരെയും കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചോ സീറ്റ് വിഭജന ചർച്ചയോ ആരംഭിച്ചിട്ടില്ല. ഇതുവരെ മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയിട്ടില്ല. മുസ്ലിം ലീഗാണ് UDF-ലെ പ്രധാനപ്പെട്ട കക്ഷി. ആ കക്ഷിയുമായിട്ട് പോലും ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. ആരും മുൻകൈയെടുക്കുന്നില്ല. മുസ്ലിം ലീഗ് ഇത്തവണ കൂടുതൽ സീറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിന് അതിന് അർഹതയുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വിശ്വസിക്കുന്നത്. കാരണം UDF-ന്റെ നട്ടെല്ല് എന്ന് വെച്ചാൽ അത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റ് പോരാ, 3-4 സീറ്റ് എങ്കിലും അധികം വേണം. ചില സീറ്റുകൾ വെച്ചുമാറാൻ മുസ്ലിം ലീഗിന് താല്പര്യമുണ്ട്. എന്നാൽ അക്കാര്യത്തെക്കുറിച്ച് ഒന്നും ഇതുവരെ ഒരു ചർച്ചയും UDF-നകത്ത് നടന്നിട്ടില്ല. അതിൽ വലിയ അസംതൃപ്തിയുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്ക്. ഏറ്റവും ഒടുവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് 25-ന് രാഹുൽ ഗാന്ധി വരുന്നുണ്ട് കേരളത്തിൽ, ആ സമയത്ത് ചർച്ച നടത്താം, ആ സമയത്ത് രാഹുൽ ഗാന്ധിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ലീഗ് നേതാക്കൾക്ക് അവസരം തരാം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ. കോൺഗ്രസിനകത്തും ഇതുവരെയും ചർച്ച ആരംഭിച്ചിട്ടില്ല. ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണയുമില്ല. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെ മത്സരിക്കണമെന്ന് ആദ്യം തീരുമാനിക്കണം. അവർക്ക് വേണ്ട സീറ്റുകൾ തീരുമാനിക്കണം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കാൻ പോയാൽ പകരം ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റാക്കാം എന്നാണ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ച. പക്ഷെ പറ്റില്ല. ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ KPCC പ്രസിഡന്റാകണം എന്ന നിലപാടിലേക്ക് വരികയും ബെന്നി ബെഹനാനെ KPCC പ്രസിഡന്റാക്കണം എന്ന ആവശ്യത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിലെ ചെറിയൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബെന്നി ബെഹനാൻ ക്രൈസ്തവ സഭകളിലെ ചെറിയ സഭയുടെ പ്രതിനിധിയാണ്. അതിലെ നേതാവാണ്, കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ KPCC പ്രസിഡന്റാക്കുന്നതിനോട് താല്പര്യമില്ല. ഏറ്റവും വലിയ സംഘടനയിൽ നിന്ന് തന്നെ, ആ ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് തന്നെ KPCC പ്രസിഡന്റ് ആകണം ഒരാൾ എന്ന നിലപാടും കോൺഗ്രസിനകത്ത് ചർച്ച വരുന്നുണ്ട്. അതോടൊപ്പം മത്സരരംഗത്തേക്ക് പോകാൻ കാത്തിരിക്കുന്ന MP-മാരുണ്ട്. അടൂർ പ്രകാശ് ഇതിനകം തന്നെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷുണ്ട്, K. സുധാകരനുണ്ട്. ഇവരൊക്കെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. MP-മാർ മത്സരിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിന് പോലും മത്സരിച്ചാൽ കൊള്ളാം നിയമസഭയിലേക്ക് എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായി ഉഭയകക്ഷി ചർച്ച പോലും നടന്നിട്ടില്ല. സീറ്റ് വിഭജന ചർച്ച നടന്നിട്ടില്ല. ആ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ 25-ന് ഈ ജാഥയുടെ മധ്യ കേരളത്തിൽ ജാഥ എത്തുന്ന 25-ന് സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ തള്ളിമറിക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. 25-ന് പോയിട്ട് ഈ മാസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. മുന്നണികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് UDF ഇപ്പോൾ ഉള്ളത് എന്നതാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വാർത്തകൾ.